ഹാലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, കർത്താവ് ഒരു വ്യക്തിയോട് എങ്ങനെയാണ് സംസാരിക്കുക എന്നറിയാമോ? എന്നോട് സംസാരിച്ചിട്ടുള്ളത് മുഴുവനും സ്വപ്നത്തിലൂടെയാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും കാണാറില്ല കേട്ടോ, എല്ലാവർക്കും കാണിച്ചു തരാറില്ല. കാർമേഘം മൂടിയതുപോലെ ഇങ്ങനെ കാണും. അപ്പോൾ അവരോട് ഞാൻ അത്തരം മെസ്സേജുകൾ ഒന്നോ രണ്ടോ പേരോട് കഴിവിൻ്റെ പരമാവധി മെസ്സേജ് ഞാൻ പറയാതെ നോക്കും. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അനേകം മക്കൾക്ക് മെസ്സേജ് കൊടുക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. മക്കളില്ലാത്തവർ വന്ന് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് മന്ത് ഡേറ്റ് വരെ പറയും, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അനേക അത്ഭുതങ്ങൾ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, അല്ലാതെ അത് എൻ്റെ മഹത്വം കൊണ്ടോ എൻ്റെ പുണ്യപ്രവൃത്തി കൊണ്ടോ അല്ല. കർത്താവിന് ജീവിക്കാനും ഈ ദേശത്തൊരു സാക്ഷിയായി ഞാൻ മുന്നേറാനും ദൈവം എനിക്ക് തന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരുന്നു അതെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം യാക്കോബിൻ്റെ മകൻ ജോസഫിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് നമ്മൾ കാണുന്നൊരു ചിത്രമുണ്ട്. നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിച്ചോളൂ, ഉൽപ്പത്തി പുസ്തകം. അപ്പം ഞാനിതൊന്ന് ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഈ സ്വപ്നത്തെക്കുറിച്ച് പറയാനാണ്. സഹോദരങ്ങൾ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തട്ടിയിട്ടു. ഈജിപ്തുകാർക്ക് വിറ്റു. പൊത്തിഫറിന്റെ ഭവനത്തിൽ ജയിലിൽ കഴിയേണ്ടി വന്നു. അവിടെ വെച്ച് രണ്ട് തടവുകാരെ പരിചയപ്പെട്ടു. അവർക്കുണ്ടായ സ്വപ്നങ്ങൾ ജോസഫിനോട് അവർ വിവരിച്ചു പറയുകയാണ്. ഒരാൾ 3 ദിവസത്തിനകം മരണപ്പെടുമെന്നും, അതായത് രാജാവ് കൊല്ലുമെന്ന്. ഒരാൾ രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമായി ജോലിയിൽ തിരികെ പ്രവേശിക്കുമെന്നും ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്തവർക്ക്. ഉടനെ ജോസഫ് പറയുകയാണ്, നീ രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അതായത് നിനക്ക് നല്ല കാലം വരുമ്പോൾ, അതൊരു വലിയ ഓർമ്മയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കണം കേട്ടോ. നല്ല കാലം വരുമ്പോൾ, സങ്കീർത്തനം 91 പറയാണ്, കഷ്ടതയുടെ നാളുകളിൽ അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനൊരു കാലമുണ്ട് എന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം. എന്നെ ഓർക്കണമേ എന്ന് പറയാണ്. ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ഈ ഫറവോ രാജാവിനോട് നീ പറയണമേ എന്ന്. എന്നാൽ ആ വ്യക്തി അത് മറന്നുപോയി. കർത്താവ് ഇതെല്ലാം ഓർത്തു വെച്ചിരിക്കുകയാണ്. പൊന്നുമക്കളെ, എല്ലാവരാലും വെറുത്താലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും നീ ജീവിക്കുന്ന ദൈവത്തോട് വിശ്വസ്തനായി, അതായത് കർത്താവിനെ ഒട്ടിപ്പിടിച്ചിരുന്നാൽ ഒരു നാളും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വിശ്വസ്തനാണ്. ദൈവം പരീക്ഷിക്കും എന്നും എൻ്റെ മക്കള് മറന്നു പോകരുത്. അതിൻ്റെ തെളിവാണ് അബ്രാഹവും ഇസഹാക്കും യാക്കോബും ജോസഫും ഒക്കെ. ആ അബ്രാഹം ഇസഹാക്ക് എന്നൊക്കെയുള്ള പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് വെക്കണം. എന്നിട്ട് അങ്ങോട്ട് വായിക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഫറവോക്ക്, അതായത് രാജാവിന് ഒരു സ്വപ്നം ഉണ്ടായി. ആർക്കും വിവരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ തടവറയിലുണ്ടായിരുന്ന ആ ജോലിക്കാരൻ പെട്ടെന്ന് ജോസഫിനെ കുറിച്ചുള്ള ഓർമ്മ കർത്താവ് അയാൾക്ക് കൊടുത്തു. അയാൾ ഫറവോയോട് പറഞ്ഞു, ഈ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, പുള്ളിക്കാരൻ ഇതൊക്കെ വിവരിച്ചു തരുന്നു. രാജാവ് ഉടനെ വിളിപ്പിക്കുന്നു. അതായത് 7 വർഷം നല്ല കാലം വരും, അത് കഴിഞ്ഞാൽ 7 വർഷം ഭയങ്കര കഷ്ടകാലമാണ് വരാൻ പോകുന്നതെന്ന്. അതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേട്ടോ കുട്ടികളെ. അപ്പം ജോസഫ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു നല്ല കലവറയൊക്കെ ഒരുക്കിയിട്ട് ഈ നല്ല കാലത്തുണ്ടായിരുന്നതെല്ലാം ശേഖരിച്ച് കഷ്ടകാലത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അത് വിറ്റ് നമുക്ക് ഈജിപ്തിലെ ക്ഷാമം തീർക്കാം. അതൊരു കാര്യം. മറ്റൊരു കാര്യം, അന്യദേശത്ത് നിന്ന് അനേക ആളുകൾ ഇവിടേക്ക് വരും, ധാന്യം വന്ന് ചോദിക്കും. അവർക്ക് വില കൊടുത്തും അവസാനം അവരെ തന്നെ അടിമ കൊടുത്തും ഭൂമി ഫറവോയ്ക്ക് എഴുതി കൊടുത്തും, ഈ പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാരുടെ പോലെ എന്ത് വേണ്ടുള്ളൂ, ഫറവോ സമ്പന്നനായി. അനേകര് വന്ന് ഈ കഷ്ടതയുടെ കാലത്തേക്ക് ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഇവരിവിടെ ശേഖരിച്ചു വെച്ചു. ആ ബുദ്ധി കൊടുത്തത് കർത്താവ് പ്രവർത്തിച്ചത് ജോസഫിലൂടെയായിരുന്നു. ഇതിനെക്കുറിച്ച് എൻ്റെ മക്കളെ കൂടുതൽ അറിയാൻ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുക. ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം, ജോസഫ് പറയാണ്, ഒരു സ്വപ്നം 2 പ്രാവശ്യം ഉണ്ടായാൽ അത് തീർച്ചയായും നടക്കുമെന്നും ഒട്ടും താമസമില്ലാതെ സംഭവിക്കും എന്നുമാണ്. സംഖ്യാപുസ്തകം 12:6 പറയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ സ്വപ്നത്തിൽ ഞാൻ അവനോട് സംസാരിക്കുകയും ദർശനത്തിൽ ഞാൻ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. പ്രിയമുള്ള പൊന്നുമക്കളെ, ഞങ്ങളുടെ ദേശത്ത് എന്ത് സംഭവിച്ചാലും
ഞാനത് മിക്കവാറും മിക്കവാറും രാത്രിയിൽ ഞാനത് സ്വപ്നത്തിൽ കാണും. വരാൻ പോകുന്ന കാര്യമാണ്. അത് കർത്താവ് എനിക്ക് കാണിച്ചു തരും. ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് കേട്ടോ. ഒരിക്കൽ ഒരു വ്യക്തി, ആ വ്യക്തി പിന്നെ പേര പിടിച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വപ്നം കാണുകയാണ്. അയാൾ വീണു. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോഡി കൊണ്ടുവരുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം നേരം എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് ഈ വ്യക്തിയെ. ആ വ്യക്തി പേരങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണു. പെട്ടെന്ന് ആ വ്യക്തി അവിടെ വീഴുന്നു. ഞാനിവിടെ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ആ വ്യക്തിയുടെ ബോഡിയാണ് ഇനി വരാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഓരോ കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യമാണ്. ദിവസം ഈ അടുത്തുണ്ടായ ഒരു സംഭവം, ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടുകാര് കുറച്ച് 2-3 മാസം മുൻപ് ഞാൻ കാണുകയാണ്. പുതിയൊരു വീടാണ്. പക്ഷേങ്കിൽ ആ വീട് മൊത്തം അവർ പൊളിക്കുന്നു. എന്നിട്ട് അവിടെ പണി നടക്കുന്നു എന്നൊക്കെ ഞാൻ കാണുകയാണ്. ഞാൻ വെച്ചാൽ എന്തിനാ ഈ കൊച്ചു കാര്യം? ആ വീടൊക്കെ പൊളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരെന്തിനാണോ കർത്താവേത് എനിക്ക് നീ വെളിപ്പെടുത്തി തന്നതെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. എന്ത് വേണ്ടുള്ളൂ. ഞാൻ കണ്ടതുപോലെ തന്നെ കർത്താവ് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു 1-2 മാസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ആ വീട് അവർ വെട്ടിപ്പൊളിച്ച് അത് അതിന് മേൽ വേറെ പുതിയ വീട് പണിതുകൊണ്ടിരിക്കണോ. ഞാൻ അന്തം വിട്ടുപോയി. മുട്ടുകുത്തി ദൈവത്തോട് നന്ദി പറഞ്ഞു. സ്തോത്രഗീതത്തിന് പണടയ്ക്കുകയും ചെയ്തു. അടുത്തൊരു പോയിന്റ് കേൾക്കും മക്കളെ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 31 തിരുവാക്യം, 51 തിരുവാക്യം. ജോസഫ് പറയാണ്, അതായത് എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം എനിക്ക് ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കടിഞ്ഞൂൽപുത്രനെ മനാസേ എന്ന് വിളിച്ചു. കണ്ടോ, കഷ്ടതയുടെ നാട്ടില് എൻ്റെ കഷ്ടപ്പാടും എൻ്റെ പിതൃഭവനവും മറക്കാൻ, അത് അവൻ്റെ കഷ്ടതയുടെ കാലഘട്ടമായിരുന്നു. അത് മറക്കാൻ ദൈവം എനിക്ക് ഇടയാക്കി. മനാസേ എന്ന വാക്കിൻ്റെ അർത്ഥം മറക്കാൻ ദൈവം ഇടയാക്കി എന്നാണ്. അങ്ങനെ അവൻ്റെ ആദ്യം ഉണ്ടായിരുന്ന മകന് എന്തെല്ലാം സമൃദ്ധികളാണെന്നറിയോ ജോസഫിന് ആ ഫറവോ വഴിയായിട്ട് കർത്താവ് കൊടുത്തത്. ഒരു പുരോഹിതന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അതിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. നിന്നേക്കാൾ മുകളിൽ ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, മറ്റാരും നിന്നേക്കാൾ മുകളിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് അവനെ പട്ടും പുടവയൊക്കെ ഉടുപ്പിച്ച് തേരിൽ കൊണ്ട് നടക്കാൻ എല്ലാവരോടും മുട്ടുകുത്താൻ പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മകനോട് കർത്താവ് കാണിച്ച കാരുണ്യമാണ് ആ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനിലൂടെ പറയണ്, കർത്താവ് ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ദൈവം അവനെ വിജയത്തിലെത്തിച്ചു എന്ന്. ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് വിശ്വസിക്കണം മക്കളെ. ആ ജോസഫ് നിങ്ങളായിരിക്കാം നാളെ. നിങ്ങളെക്കുറിച്ചാണ് കർത്താവ് അത് പറയുന്നത്. ഞാൻ വിശ്വസിക്കുക എന്നെ കുറിച്ചാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ത് വേണ്ടുള്ളൂ. ജോസഫ് പറയണ്, എൻ്റെ കഴിഞ്ഞകാല കഷ്ടപ്പാടിൻ്റെ ഓർമ്മകൾ മറക്കാൻ കർത്താവ് ഇടയാക്കിയെന്ന്. എൻ്റെ ജീവിതത്തിൽ പിശാച് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന പല തിക്താനുഭവങ്ങളും സ്വപ്നത്തിൽ വന്ന് എനിക്ക് കാണിച്ചു തരും. ഉദാഹരണത്തിന് എൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ, അത് കുട്ടിയായിരിക്കുന്ന സമയത്തിട്ട മക്കളെ, ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ പലപ്പോഴും എനിക്ക് അച്ഛനമ്മ ഉണ്ടായിരുന്നില്ല എന്ന്. എൻ്റെ അച്ഛനമ്മേനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ലേ. ആ എൻ്റെ നല്ല കാലം, എൻ്റെ കുട്ടിപ്രായങ്ങളിലൊക്കെ ഞാൻ അത്രമാത്രം സഹിച്ചിട്ടുണ്ട്. ഒക്കെ സഹിച്ച് കടന്നു പോയത് മുഴുവൻ ചില നേരത്ത് വന്നിട്ട് ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ചില കാര്യങ്ങൾ ഈ സാത്താൻ വന്ന് സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തരും. പക്ഷെ ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റുന്നത് എങ്ങനെയാന്ന് കാണുന്നോ. ഇത് കാണുമ്പം അതിൻ്റെ അടുത്തൊരു വ്യക്തി ഉണ്ടായിരിക്കും. ഈ വ്യക്തി ഒരു കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് നിന്ന വ്യക്തികളായിരിക്കാം. പക്ഷേങ്കിൽ പിന്നീട് ഇങ്ങനെയുള്ള ഓരോ സ്വപ്നങ്ങൾ കാണും. ഈ വ്യക്തി അവിടെ ഇരിക്കുന്നതും കാണും. അപ്പം എനിക്കറിയാം ആ വ്യക്തി എനിക്ക് ദ്രോഹമാണ്. അതുകൊണ്ട് തുടർന്ന് അവരെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. ഞാനത് മനസ്സിലാക്കും അപ്പം തന്നെ. കണ്ടോ കർത്താവിൻ്റെ സ്നേഹം. പക്ഷെ ഈ പിശാചും ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കും. അതുകൊണ്ട് എല്ലാ സ്വപ്നവും ദൈവത്തിൻ്റെതാണെന്ന് വിശ്വസിക്കരുത് കേട്ടോ. ഇടയിൽ നമുക്ക് സമാധാനം തരാത്തത്, നമുക്ക് സന്തോഷം തരാത്തത്, അങ്ങനത്തെ സ്വപ്നങ്ങൾ തരുന്നെങ്കിൽ അത് പിശാച് കളിക്കും. ഹല്ലേലൂയ. എന്നാൽ കഴിവിന് പരമാവധി കർത്താവിൻ്റെ മക്കളോട് കർത്താവ് സ്വപ്നത്തിലൂടെ നീ ഇങ്ങോട്ട് പോയിക്കൊള്ളുക, ഈ വഴി നീ തിരഞ്ഞെടുക്കേണ്ടതില്ല. ആ സ്വരം നമ്മൾ കേൾക്കാൻ തയ്യാറാകണം കേട്ടോ. ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ ചില കൊച്ചു കാര്യങ്ങൾ കർത്താവ് എന്നോട് പറയും.
ഞാനത് നിസ്സാരമായിട്ട് കണ്ടിട്ടുണ്ടോ? അയ്യോ എന്ന് പണ്ട് ഞാൻ എൻ്റെ തലയിൽ തന്നെ കൈ വെച്ചിട്ട് 100 സോറി പറയും കർത്താവിനോട്. ദൈവമേ ഞാൻ അത് ശ്രദ്ധിച്ചില്ലല്ലപ്പ എന്ന് പണ്ട് ഞാൻ മാപ്പ് ചോദിക്കും കർത്താവിനോട്. അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ വീണ്ടും പറയുന്നു, സ്വപ്നത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ദർശനത്തിൽ അവനെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ബൈബിള് വായിക്കാതെ കിടക്കാനേ പാടില്ല. എല്ലാ ദിവസവും ബൈബിള് വായിക്കണം. കാരണം ആത്മാവിൻ്റെ ഭക്ഷണമാണ് വചനം. വചനത്തിലൂടെയാണ് സ്വർഗം നമ്മോട് സംസാരിക്കുന്നത്. എത്രത്തോളം വായിക്കാമോ, പുറത്തേക്ക് പോകുമ്പോഴും ബൈബിള് വായിക്കുക, എപ്പോഴും ബൈബിള് വായിക്കുക, ധാരാളം ജപമാല ചൊല്ലുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരിശുദ്ധ അമ്മേനെ കെട്ടിപ്പിടിച്ച് അമ്മേനെ ആത്മീയ നാഥയായി കൊണ്ടു നടന്നോ, നിന്റെ കുടുംബം സമൃദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പോയിന്റാണ് വിശുദ്ധ ബലി. എല്ലാ ദിവസം പോകാൻ പറ്റിയില്ലെങ്കിലും ഞായറാഴ്ച ബലി മുടക്കരുത്. അത് സാബത്താണ്, കടമുള്ള ദിവസമാണ്. ആ ബലിയിൽ പങ്കെടുക്കുക. കാസയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ, നന്ദി ഒക്കെ ഈശോയോട് പറയുക. ഈശോയുമായിട്ട് ഈ ലോകത്തിൽ ആ കോണിലും ഈ കോണിലും അനേക മക്കളെ ദൈവം പ്രകാശമായി വെച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ എന്ന് നിങ്ങളും മനസ്സിലാക്കുക. നിങ്ങളോടാണ് പറയുന്നത് കേട്ടോ, ചേച്ചിയല്ല. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സാക്ഷികളാണ് ഓരോ ദേശത്ത്. അത് വിശ്വസിക്കുക, എന്നിട്ട് സത്യസന്ധരായിട്ട് ജീവിക്കുക. കർത്താവ് പറയുന്നു, മരിക്കേണ്ടി വന്നാലും സത്യം കൈവടിയരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഹല്ലേലൂയ. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം എല്ലാ മക്കളോടും കരുണയോടെ വർഷിക്കട്ടെ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ ഔസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.